ഒരുപാട് വീഴ്ചകൾ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കുന്നുണ്ട് പ്രതീഷ്. ഒന്ന്, ഇപ്പോൾ പോലീസിനെ തന്നെ വെട്ടിലാക്കി മണിയമ്പള രാജു പറയുന്നത് വണ്ടി ഇടിച്ചിട്ട് ഇവരെ തിരിഞ്ഞു നോക്കാതെ വഴിയിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ താൻ നാളെ രാവിലെ പോലീസ് സ്റ്റേഷനിലേക്ക് വരാമെന്ന് പറഞ്ഞപ്പോൾ പോലീസ് അത് സമ്മതിച്ചുവെന്നാണ്. അതായത് മദ്യലഹരിയിലാണോ അല്ലയോ എന്ന് തിരിച്ചറിയണമെങ്കിൽ 8 മണിക്കൂറിനുള്ളിൽ തന്നെ വൈദ്യപരിശോധന നടത്തണമെന്നിരിക്കെ വൈദ്യപരിശോധനയ്ക്കുള്ള സമയം ദീർഘിപ്പിച്ച് ഈ മദ്യലഹരിയിലാണോ എന്നുള്ളതിന് തെളിവ് നശിപ്പിക്കാനുള്ള ഒരു അവസരം പോലീസുകാർ കൊടുത്തുവെന്നാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. രാത്രിയിൽ തന്നെ താൻ വിളിച്ചു പറഞ്ഞു നാളെ രാവിലെ വരാം, ചിക്കൻ ഗുനി അടിച്ച് നിൽക്കുകയാണ്, അതുകൊണ്ട് രാവിലെ വരാമെന്ന് പറഞ്ഞു. പക്ഷേ ആ സമയം ഒരു ഗോൾഡൻ അവറാണ്. പ്രത്യേകിച്ച് മദ്യലഹരിയിലായിരുന്നു അല്ലയോ എന്ന് തിരിച്ചറിയേണ്ട സമയമാണ്. ആ സമയം പോലീസുകാർ നീട്ടി നൽകി എന്ന് പറഞ്ഞ് പോലീസിനെ വെട്ടിലാക്കിയിരിക്കുകയാണോ ഇപ്പോൾ മണിയമ്പള രാജു? അതൊന്ന്. രണ്ടാമത്തത്, ഇടിച്ച കാർ എവിടെ? ഇപ്പോഴും മൊഴിയെടുത്തിട്ടില്ല. വൈദ്യപരിശോധനയ്ക്ക് ശേഷം മാത്രമേ മൊഴിയെടുക്കൂ എന്ന് പറയുന്നു. പക്ഷേ ആ സമയത്തും ഇടിച്ച വാഹനത്തിലല്ല മണിയമ്പള രാജു എത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചോദിക്കേണ്ട ചോദ്യങ്ങളിൽ ഒന്നല്ലേ, ഇടിച്ച വാഹനം എവിടെ? അത് ഹാജരാക്കാൻ പറയണ്ടേ? ആ വാഹനവും ഇതുവരെ ഹാജരാക്കിയിട്ടില്ല. 3, മറ്റുള്ളവർക്ക് കൊടുക്കുന്ന മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുന്ന എല്ലാ പ്രിവിലേജുകളും മണിയമ്പള രാജുവിന് കിട്ടുന്നുണ്ടോ എന്നൊരു ചോദ്യവും ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. മണിയമ്പള രാജു പറയുന്നത് താൻ മദ്യപിച്ചിട്ടില്ല. ശരി, ഒരുപക്ഷെ അത് വാസ്തവമായിരിക്കാം. പക്ഷേ സാധാരണക്കാരൻ ചെയ്താൽ ഇങ്ങനെയല്ല ട്രീറ്റ്മെന്റ് ഉണ്ടാവുക പോലീസിന്റെ ഭാഗത്തു നിന്ന്. മാത്രമല്ല, അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇടിച്ച വാഹനം കണ്ടെത്താനായിട്ടില്ല. മദ്യലഹരിയിലായിരുന്നോ എന്നുള്ളത് ശാസ്ത്രീയമായി തെളിയിക്കേണ്ട സമയപരിധി കഴിഞ്ഞാണ് മണിയമ്പള രാജു എത്തിയിരിക്കുന്നത്. മണിയമ്പള രാജുവിന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ, മണിയമ്പള രാജു പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് നാളെ രാവിലെ വരാമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അതിനുള്ളൊരു അവസരം പോലീസ് ഒരുക്കിക്കൊടുത്തു എന്ന് പറഞ്ഞാൽ തെളിവ് നശിപ്പിക്കാൻ പോലീസ് കൂട്ടുനിന്നു എന്നല്ലേ അതിന്റെ അർത്ഥം പ്രതീഷ്? അരുൺകുമാർ, തീർച്ചയായും. കാരണം നഗര ഹൃദയത്തിലാണ് ഈ ഒരു അപകടം നടന്നത്. മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്ന് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ഈ അപകടം നടന്ന ട്രിവാൻഡ്രം ക്ലബ്ബ്. ഈ വാഹനം കസ്റ്റഡിയിൽ എടുക്കുന്നതിനും ഇതുമായി ബന്ധപ്പെട്ട ആരാണ് വാഹനം ഓടിച്ചത്, ആരുടെ ഭാഗത്താണ് പിഴവ് എന്ന് പോലീസിന് കണ്ടെത്തുന്നതിന് വളരെ കുറച്ച് മിനിറ്റുകൾ മതി. പക്ഷേ ഈ ഒരു രാത്രി മുഴുവൻ കഴിഞ്ഞിട്ടും പോലീസിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു നടപടികളിലേക്ക് കടന്നിട്ടില്ല. ആ വാഹനം കസ്റ്റഡിയിൽ എടുക്കാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല. അതിൽ മണിയൻപിള്ള രാജുവിന് അനുകൂലമായിട്ടുള്ള വഴികൾ ാണ് പോലീസ് ചെയ്തത് എന്നതാണ് പ്രധാനമായും ഉയരുന്ന വലിയ ആക്ഷേപം. കാരണം അത്തരത്തിൽ അപകടമുണ്ടായിട്ടും ആ വാഹനം അവിടെ നിന്ന് മാറ്റാൻ പോലീസ് ഏതെങ്കിലും തരത്തിൽ സഹായം ചെയ്തോ എന്നതാണ് പ്രധാനമായും ഇപ്പോൾ ഉയരുന്ന ചോദ്യം. ഒപ്പം മണിയൻപിള്ള രാജുവിന് ഇന്നലെ അപകടമുണ്ടാക്കിയ ശേഷം സ്വന്തം വാഹനത്തിൽ മണിയൻപിള്ള രാജുവിന് ഈ പോലീസിൽ ഹാജരാകാനുള്ള അവസരം പോലും പോലീസ് ഒരുക്കിക്കൊടുത്തു. ആ സമയത്ത് പോലും ഗുരുതരമായി പരിക്കേറ്റ ഈ 2 യുവാക്കൾ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഈ അപകടമുണ്ടാക്കുന്നതിനേക്കാൾ ഏറ്റവും ഗുരുതരമായ കുറ്റമാണ് ആ അപകടമുണ്ടാക്കിയ ശേഷം ആ വാഹനം നിർത്താതെ പോവുകയും ആ അപകടത്തിൽ പരിക്ക് പറ്റിയവരെ ആശുപത്രിയിൽ എത്തിക്കാതെ പോവുകയും. അത്തരത്തിലുള്ള ഗുരുതരമായ കുറ്റം അല്ലെങ്കിൽ വീഴ്ച, അനാസ്ഥ ഉൾപ്പെടെ മണിയൻപിള്ള രാജുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ അപകടം ചിലപ്പോൾ ഈ ഒരു മനഃപൂർവ്വം ആയിരിക്കില്ല, അശ്രദ്ധപരമായുള്ള ഈ ഡ്രൈവിംഗിനിടെ പറ്റാം. പക്ഷേ അത്തരത്തിലൊരു അപകടമുണ്ടായാൽ പ്രാഥമികമായി ചെയ്യേണ്ടത് ആ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുക, അവർക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകുക എന്നതാണ്. ഒപ്പം അക്കാര്യം ആ ബന്ധപ്പെട്ട ആശുപത്രിയിലെ ഡോക്ടർമാരെ അറിയിക്കുക. ഞാനൊന്ന് അശ്വിന്റെ യാഗുവിലേക്ക് പോകുന്നു. അശ്വിൻ ഇപ്പോൾ പോലീസുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അശ്വിൻ, ഗുരുതരമായ വീഴ്ചകൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നു. ഇന്നലെ രാത്രിയിൽ ഒരു 11 മണിയോടുകൂടിയാണ് അപകടം ഉണ്ടാവുന്നതെന്ന് തോന്നുന്നു. ഏകദേശം 12 മണിക്കൂർ ആവുന്നു ഇപ്പോൾ ഈ അപകടം നടന്നിട്ട്. 10 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷമാണ് വൈദ്യപരിശോധനയിലേക്ക് കടക്കുന്നത്. അതിനുള്ള സമയം നീട്ടി നൽകിയോ പോലീസ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. മണിയമ്പള രാജുവിന്റെ ബൈറ്റ് നമുക്ക് അല്പസമയത്തുള്ള ഒരിക്കൽ കൂടി ഇത് കേൾപ്പിക്കാം. ഞാൻ പോലീസിൽ തന്നെ ഇന്നലെ വിളിച്ച് അറിയിച്ചിരുന്നു, ഇന്ന് രാവിലെ വരാം എന്ന് പറഞ്ഞു എന്നാണ്. എന്ന് പറഞ്ഞാൽ വൈദ്യപരിശോധനയ്ക്കുള്ള സമയം നീട്ടി നൽകി പോലീസ് എന്നല്ലേ? 2, ഇതുവരെയും ഇടിച്ച വാഹനം കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന് സാധിച്ചിട്ടുണ്ടോ? പോലീസുമായി നമ്മൾ സംസാരിക്കുമ്പോൾ എന്താണ് പറയുന്നത് പോലീസ്? അശ്വിൻ. അരുൺ, പോലീസ് ആദ്യം മുതൽ പറയുന്ന അതേ വാചകം തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഞാൻ ചോദിച്ചപ്പോൾ പോലീസ് പറഞ്ഞിട്ടുള്ളത്, നിലവിലിപ്പോൾ മണിയൻപിള്ള രാജു സറണ്ടർ ആയിട്ടുണ്ട്, അത് രേഖപ്പെടുത്തി. അതിനുശേഷം വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ നിന്നും തിരിച്ച് സ്റ്റേഷനിലേക്ക് എത്തിയാൽ മാത്രമേ വിശദമായി ഈ ഒരു മൊഴിയെടുക്കലിലേക്ക് കടക്കൂ എന്നൊരു മറുപടിയാണ് പോലീസ് നൽകുന്നത്. ഈ വാഹനം എവിടെയെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ പോലീസിന് കൃത്യമായ മറുപടിയില്ല എന്നുള്ളതാണ് വസ്തുത. നേരത്തെ അരുൺ പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുണ്ട്. അതായത് അപകടം നടക്കുന്നത് ഇന്നലെ രാത്രി 9:30യോടുകൂടിയാണ്. 9:30യോടുകൂടി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് തൊട്ടടുത്തായി തന്നെ, നമുക്കറിയാം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സൊക്കെ എന്തുമാത്രം സുരക്ഷയുള്ള സ്ഥലമാണ്. സദാസമയം 12 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. 12 മണിക്കൂറിന് ശേഷമാണ് വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നത്. അതിനു മുൻപ് ഈ വിവരം അറിയിച്ചപ്പോൾ നാളെ രാവിലെ വന്നാൽ മതി
എന്നുള്ളത് പോലീസ് സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ വൈദ്യപരിശോധനയ്ക്കുള്ള നിർണായകമായ സമയം പോലീസ് നശിപ്പിച്ചിരിക്കുന്നു. തെളിവ് നശിപ്പിക്കാൻ പോലീസ് കൂട്ടുനിന്നു എന്നുള്ള ഒരു സംശയമുണ്ടാവും. ഇതിലൊരു പക്ഷേ ഇനിയിപ്പോൾ വൈദ്യപരിശോധനയിൽ മദ്യലഹരിയിലാണോ എന്ന് തെളിയിക്കാനും കഴിയില്ല.